ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണോറി വാർത്തവൻ കാര്യം നടത്തി തരും. സഹോദര സഹോദരി, ഈ സൂം ഐഡിയിൽ കയറിയിരിക്കുന്ന ഏതൊരു കുടുംബത്തോടും കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, ചില കൂരിരുൾ പാതയിലൂടെ നീ നടന്ന നിമിഷങ്ങളുണ്ട്, ചില പ്രതിസന്ധി ഘട്ടങ്ങൾ, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥകൾ. പക്ഷെ നിന്നെ സഹായിക്കാൻ, നിന്റെ വേദനകളെ അറിയുന്ന, നിന്റെ ദുഃഖങ്ങളെ അറിയുന്ന, നാം സഞ്ചരിച്ച പോലെ ചില കൂരിരുൾ പാതയിലൂടെ സഞ്ചരിച്ച ഒരു യേശു ഇന്ന് നിന്നോടൊപ്പം കടന്നു വരുന്നുണ്ട്. നിന്റെ ഭവനത്തിലേക്ക് അവൻ കടന്നു വരാൻ ആഗ്രഹിക്കുക. നിന്റെ ഹൃദയത്തെ അവന്റെ മുന്നിലേക്ക് ഒന്ന് സമർപ്പിക്കാൻ സാധിക്കുമോ? ഒന്ന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചേ ഹൃദയത്തെ. പാതയതോ ക്രൂരമശോധനയോ കൂടിയിടും നേരമതിൽ ആ ക്രൂശ് നിനക്ക് സഹായമായിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മുൻപിലേക്ക് ചില സിംഹക്കുഴികളോ ചില പൊട്ടക്കിണറോ വന്നേക്കാം. നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ ചില പ്രതികൂലങ്ങളിലൂടെ, ചില മുൾവേലികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടതയിൽ കിടന്നിരിക്കുന്നേ. പ്രിയമുള്ള ദൈവദാസ, ആദ്യമുണ്ടായിരുന്ന സകല പ്രവാചകരുടെ മുൻപിലും ചില പ്രതിസന്ധികൾ കടന്നു വന്നു, ചില പൊട്ടക്കിണറുകൾ, ചില പ്രതികൂലങ്ങളായ സിംഹക്കുഴികൾ. പക്ഷെ അവിടെ ഒന്നും അവർ തളർന്നില്ല. ജയിലറയോ ഈർച്ചവാളോ കടന്നു വന്നപ്പോഴെല്ലാം അവർ യേശുവിൽ പ്രത്യാശ അർപ്പിച്ചു. എന്റെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവന് ഇന്നൊരു ആശ്വാസമുണ്ട്. ഒരു പ്രതികൂലങ്ങളിൽ ആശ്വാസമായ ആ ക്രൂശിനെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ.
പരീക്ഷവാളോ മരണമോ വന്നിടട്ടെ. നിന്റെ കഷ്ടതകളിൽ ഒന്ന് കർത്താവിന്റെ മുന്നിൽ സമർപ്പിച്ചു പാടി. ഒളിച്ചോള